വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറുമ്പോൾ വടക്കാഞ്ചേരിക്ക് ഇത്തവണ അഭിമാനിക്കാൻ വകയേറെയാണ്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് പുറമെ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി ആകെ 5 വടക്കാഞ്ചേരി സ്വദേശികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. ഇതിൽ ആരൊക്കെ സഭയിലെത്തുമെന്ന ആകാംക്ഷയിലാണ് വോട്ടർമാർ. വടക്കാഞ്ചേരിയുടെ മണ്ണിൽ നിന്ന് നിയമസഭയിലേക്ക് 5 പേരാണ് ഇത്തവണ മത്സരിക്കുന്നത്. കുന്നംകുളം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന AC മൊയ്തീൻ ഇതിൽ പ്രമുഖനാണ്. തെക്കുംകര പഞ്ചായത്തിലെ കല്ലമ്പാറ സ്വദേശിയായ അദ്ദേഹം 2016 വടക്കാഞ്ചേരിക്ക് ഒരു മന്ത്രിപദം നൽകിയ വ്യക്തി കൂടിയാണ്. പാലക്കാട് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മണ്ണിത്തറ സ്വദേശിയായ ശോഭാ സുരേന്ദ്രനാണ്. 7ാം തവണ സഭ ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന ശോഭാ സുരേന്ദ്രന്റെ പോരാട്ടം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളി കുമരനെല്ലൂർ നിവാസിയാണ്. കഴിഞ്ഞ തവണ അനിൽ അക്കരയെ പരാജയപ്പെടുത്തിയ അദ്ദേഹം 2ാം ജയം ലക്ഷ്യമിട്ടാണ് ഇത്തവണയും ഇറങ്ങുന്നത്. യുവ നേതാവ് വൈശാഖ് നാരായണസ്വാമിയാണ് വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി. കന്നി അംഗത്തിനിറങ്ങുന്ന വൈശാഖിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം AICC വക്താവ് തന്നെ നിരീക്ഷണത്തിനുണ്ട്. വടക്കാഞ്ചേരി സ്വദേശിയായ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന അദ്ദേഹം BJPക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നു. ഈ 5 പേരിൽ ആരൊക്കെ നിയമസഭ കാണുമെന്ന് അറിയുവാനുള്ള ആകാംക്ഷയിലാണ് ജനങ്ങൾ. You are watching VCV News.